ചെമ്പല്ലി തവ ഫ്രൈ, ആവോലി തവ ഫ്രൈ, കാലാഞ്ചി തവ ഫ്രൈ, കൂന്തിൽ ഗ്രീൻ ചില്ലി, ടൈഗർ പ്രോൺസ് തവ ഫ്രൈ, കടുക്ക തവ ഫ്രൈ, ഐക്കുറ തവ ഫ്രൈ. ഇതൊന്നും പോരാ, അധികം എവിടെ അവൈലബിൾ അല്ലാത്ത ലോബ്സ്റ്ററും ഒക്ടോബസും നിങ്ങൾക്ക് വേണം, അതും ഇവിടെ കിട്ടും. നമ്മൾ എന്നുള്ളത് കോഴിക്കോട് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന പാറോപ്പടി ഷാപ്പ് റെസ്റ്റോറന്റിലാണ്. നിങ്ങൾ കഴിച്ചിരുന്ന പോലല്ലോ പാറോപ്പടി ഷാപ്പ് റെസ്റ്റോറന്റിന്റെ ബിഹൈൻഡ് ദി ബ്രാൻഡ് ആരാന്ന് അറിയണ്ടേ? ബാ. എങ്ങനെയായിരുന്നു പാറോപ്പടി കള്ളുഷാപ്പിന്റെ ഒരു ബർത്ത്? പറയുന്നത് 1980s എന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെ? ആ ഒരു 1980s മുതൽ ഇന്ന് ഈ 2025 വരെ നിൽക്കുമ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? 1980s നമ്മളെ ഫാദറെ ജ്യേഷ്ഠനും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ സ്ഥാപനങ്ങളായിരുന്നു. അന്നൊക്കെ ജനങ്ങൾക്ക് ഈ കള്ളുഷാപ്പിലെ ഫുഡിനോട് താല്പര്യമുണ്ട്. പക്ഷേ നല്ല ഹൈജീനിക്കായ ഒരു ഷാപ്പ്, സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫാമിലിയും ഫ്രണ്ട്സും കുട്ടികളായിട്ട് പല ഷാപ്പുകളിലും നമ്മളെ നാടൻ ഷാപ്പിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ പാറോപ്പടി ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, നമ്മളത് നല്ല വൃത്തിയും നല്ല ഹൈജീനിക്കുമായിട്ട് സ്ഥാപനം തുടങ്ങി. പക്ഷേ ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു. ആദ്യം ജനങ്ങൾക്കും ഫാമിലികൾക്കൊക്കെ കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ കള്ളുഷാപ്പല്ലേ, പേടിയാണ്, അവിടെ കയറിയാൽ എന്താണ് സ്ഥിതി എന്നുള്ളത്. പക്ഷേ നമ്മളെ ഭക്ഷണം ജനങ്ങൾ അത് ഏറ്റെടുത്തു. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമർ വരാൻ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സൺഡേ ഹോളിഡേയ്സിലും ഷോപ്പിൽ സീറ്റ് റിസർവ് ചെയ്യുന്ന ആ കണ്ടീഷനിൽ പോയി. ഇപ്പം നല്ല രീതിയിൽ നടന്നു പോകുന്നു. എങ്ങനെയായിരുന്നു ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ജേണി ഇതിലേക്ക് എങ്ങനെയാ വന്നത്? അച്ഛൻ ഈ ഫീൽഡിൽ തന്നെയായിരുന്നു. അച്ഛനും ഇവരെല്ലാവരും ഒരുമിച്ചായിരുന്നു ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ കാണുന്നുണ്ട്. ബിസിനസ് ഇഷ്ടമാണോ ചോദിച്ചാൽ അതെ, ഇഷ്ടമായിരുന്നു. ഞാൻ പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരു സംഗതിയാണ്. ഞാൻ അങ്ങനെയല്ല വന്നത്. ഞാൻ യാദൃശ്ചികമായിട്ട് ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് ഫീൽഡായിട്ടൊക്കെ അങ്ങനെ പോയിരുന്നായിരുന്നു. പിന്നെ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് ലാഭമില്ല നഷ്ടമില്ലാത്ത ലെവലിൽ അത് ഏകദേശം നിന്നുപോയി. അങ്ങനെ ഇപ്പം അച്ഛൻ്റെ അനിയൻ പുള്ളിയാണ് എന്നോട് ഇങ്ങനെ നമ്മളൊരു പരിപാടിയാണിത്, അപ്പോൾ അതിലേക്ക് തന്നെ പുള്ളിയാണ് എന്നെ വിളിച്ചത്. കാരണം എന്നോട് പുള്ളി ഒരു കാര്യം പറഞ്ഞല്ലോ, ഏജ് നമുക്ക് ഈ ഒരു ഏജിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അന്ന് പറഞ്ഞ ആ ഒരു കാര്യം വല്ലാണ്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അതിനോണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യമൊക്കെ കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു. ഏകദേശം നല്ല ഇതിൽ തന്നെ മാറി വരാൻ പറ്റി. പിന്നെ നമ്മൾ കാലത്തിനൊത്ത് മാറാന്ന് പറയുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ എങ്ങനെയൊക്കെയാ ബിസിനസ് റൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നടന്നു പോകേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെ. അപ്പം എന്തുകൊണ്ട് ഞങ്ങളെ സ്ഥാപനത്തിൽ നമ്മളിത് പ്രാക്ടിക്കലാക്കിക്കൂടാന്ന് കണ്ടു. അങ്ങനെ ഒരു കൊറോണ സമയത്തായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൊറോണയുടെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതെ ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിക്ക് വർക്കൊക്കെ എടുത്തു. അത്യാവശ്യം വൃത്തിയായി ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് ആകെ ഒരു 2 ഐറ്റംസ് മാത്രമായിട്ട് ഞങ്ങൾ അന്ന് തുടങ്ങിയിരുന്നത്. ഒരു 2-3 ഐറ്റം അത്രേ ഉണ്ടാവുള്ളൂ ഫുഡ്. എനിക്ക് തോന്നുന്നു പോർക്കും ചിക്കൻ പാർട്സ്, ബീഫ്, ഈ അന്ന് 3 ഐറ്റം ആണെങ്കിൽ ഇപ്പൊ ഒരു 80+ ഐറ്റംസ് ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ചെയ്ത് അത് കുറച്ച് ആദ്യം കസ്റ്റമേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് തന്നെ നല്ല ഫുഡ് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലും മറ്റേലൊക്കെ ഇടാൻ തുടങ്ങി. അതെ മൗത്ത് പബ്ലിസിറ്റി കിട്ടി. അങ്ങനെ കുറെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു റൂം ഞങ്ങൾക്ക് തീരെ കസ്റ്റമേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എക്സ്പാൻഷൻ ഒരു 2 റൂം ഉള്ളത് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ്. 2 റൂമും കൂടി എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ ആ ഒരു ജേണി ഇങ്ങനെ തുടർന്നു പോകുന്നു. ഇപ്പൊ വന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒരു ബിസിനസ്സിൽ പഠിക്കാൻ ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വരുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്ക് വരുന്ന കാര്യം നമ്മൾ പഠിക്കുന്ന കുറെ കാര്യമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ സിസ്റ്റാക്കി കൊണ്ടുവരാൻ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടിയായിരുന്നു. ബുദ്ധിമുട്ടി മീൻസ് അങ്ങനെയല്ല, നമ്മളൊരു ഷാപ്പും ഇതൊക്കെ കൂടി ഉള്ള കാരണം ഒന്നും വേണ്ട, ഒരു ബില്ലിംഗ് സിസ്റ്റം വരെ കൊണ്ടുവരാൻ
നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, സ്റ്റാഫുകൾക്കാണെങ്കിലും നടക്കുമോ എന്നുള്ള ഒരു തോട്ട് വരിക, അല്ലെങ്കിൽ അവർക്ക് ഇത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ചൊരു ചെറിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഞങ്ങൾക്ക് സ്റ്റാഫൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ചെറിയ കുറച്ച് പോർഷൻ ഒക്കെ ആയിട്ട് സാധനങ്ങൾ വെക്കാറുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മാനേജർ വിളിക്കും, സാധനം തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരും, നമ്മൾ തന്നെ കൂടി കൊടുത്ത് കുക്ക് ചെയ്യാനൊക്കെ നമ്മൾ കൂടും. നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. ആ ഈ സ്റ്റാഫിന്റെ ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതാണ്. മറ്റേ കുക്കിങ്ങിന് കുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെഫിനെയൊക്കെ ഉള്ള ഒരു നമുക്ക് അന്ന് ആ എഫോർഡ് ചെയ്യാനുള്ള ആ ലെവലിലൊന്നും നമ്മൾ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ തന്നെ വന്ന് ചെയ്യും. ഇപ്പൊ രാവിലെ ആണെങ്കിലും ചിലപ്പോൾ ഞാനും മൂപ്പരും വരും, ഞങ്ങൾ കൂടും ചെയ്യും. രണ്ടും മൂന്നും നേരം വളരെ ശ്രദ്ധിക്കണം. നമ്മളത് താല്പര്യമുള്ളതുകൊണ്ടാണ് നമുക്ക്. അല്ലാണ്ട് അത് അതെ ജോലിയായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതിനോടുള്ള ആ ഒരു പാഷനെ കൊണ്ട് പാഷനായിട്ട് മാറ്റി. കാരണം തന്നെ ഈ സാധനത്തിന് വളരെ സാധ്യത ഉണ്ട്. നമുക്ക് സാധ്യത നല്ല ഉള്ളൊരു ബിസിനസ്സാണ്. കള്ളുഷാപ്പിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം തന്നെയാണല്ലോ. ഫാമിലിക്ക് ചെറിയ കുട്ടികളടക്കം വരുന്നുണ്ട് ഫാമിലി. അപ്പൊ എങ്ങനെയായിരുന്നു മീൻസ് ഇവിടെ തന്നെയാണ് സ്റ്റാർട്ടിങ്? അങ്ങനെയാണോ അതോ ഇതിന് മുൻപ് വേറെ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടായിരുന്നോ? അങ്ങനെയായിരുന്നു? പല ജില്ലകളിലായിട്ട് തൃശ്ശൂർ ഉണ്ടായിരുന്നു, വയനാട് ഉണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു, പല ജില്ലകളിലുണ്ടായിരുന്നു. പക്ഷേ ആ കള്ള് ഷാപ്പുകൾ എന്ന് പറഞ്ഞാൽ കള്ള് മാത്രം വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ അത് മാറി വ്യവസായത്തിൽ നിന്ന് മാറ്റം വന്ന് കള്ളിൻ്റെ ബിസിനസ് പൊതുവെ കുറഞ്ഞു, തൊഴിലാളികൾ കുറഞ്ഞു. അപ്പം പിന്നെ ഈ കള്ള് ബിസിനസ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടന്നു പോകില്ല, ബിസിനസ് മുമ്പോട്ട് പോകാത്ത രീതിയിലായി. അപ്പം പിന്നെ ഈ ഫുഡിലേക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം, നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൊരു തീരുമാനം. നമ്മൾ ബ്രാൻഡിനെ റിക്വസ്റ്റ് ചെയ്തപ്പം തന്നെ നമുക്ക് കോമ്പറ്റീഷൻ വന്നു. കാരണം ബ്രാൻഡായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ബാക്കിലോട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യമൊന്നും ചെയ്തിട്ടുണ്ടായില്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ വരുന്ന അറിയാലോ, അതെ നമ്മളതിന്റെ ഷാപ്പിന്റെ പേര് യൂസ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഈ പാറോപ്പടി കള്ള് ഷാപ്പ് എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയത് എങ്ങനെയാ? അപ്പൊ ഫൈനലി പൊതുവെ പല പേരും ഞങ്ങൾ ആലോചിച്ചു, പല പേരുകളും നിർദ്ദേശിച്ചു, പലരും നിർദ്ദേശിച്ചു. പക്ഷെ നമ്മള് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം പാറോപ്പടി ആയതിനെ കൊണ്ട് പിന്നെ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ടല്ലോ. പെട്ടെന്ന് ആൾക്കാർ ഇന്ന സ്ഥലത്ത് പോകും, പാറപ്പടി ഷാപ്പിൽ തന്നെ പാറപ്പടിയില്ലേ, അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ള സംവിധാനം ലാൻഡ്മാർക്ക് പോലെ. കാരണം ആൾക്കാർ പറയും പാറപ്പടി ഷാപ്പിന്റെ അടുത്ത്. അങ്ങനെ ഇവിടെയുള്ള പൊതുവെ ജനങ്ങൾ അറിയപ്പെടുക പാറപ്പടി ഷാപ്പിന്റെ അടുത്ത് എന്ന് പറഞ്ഞ പേര്, ആ ഒരു ബ്രാൻഡ് അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ്, വേറെ ഔട്ട്ലെറ്റ് ഉണ്ടോ അതോ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ എവിടെയെങ്കിലും? പാറപ്പടി ഷോപ്പിന്റെ ഔട്ട്ലെറ്റ് ഇവിടെ മാത്രം. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഷോപ്പുകൾ വേറെ ഉണ്ട്. ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോഫോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്തിട്ട് ഇപ്പം ടൗണിൽ ചെയ്യുന്നുണ്ട്, ടൗണിൽ ബേബീൻ്റെ അടുത്ത്. പിന്നെ അതേപോലെ തന്നെ ഈ പാറപ്പടി ഷാപ്പ് കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ചെയ്യാനുള്ള ഭാവി പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫുഡ് തുടക്കത്തിൽ 2 ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു 18+. അപ്പൊ ഉണ്ട് 80+. അപ്പൊ ആ ഒരു അതെങ്ങനെയായിരുന്നു ഇപ്പൊ ഇത്ര ഫുഡ് അവൈലബിൾ ആക്കുക? അപ്പൊ നമുക്ക് ഫുഡിന്റെ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫ്രഷ്നെസ് അതിന്റെ എല്ലാം നമ്മൾ നോക്കണം, അതിന്റെ ഹൈജീൻ കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്? ഇതിന്റെ പറഞ്ഞാൽ ഫിഷിന്റെ ഒക്കെ ഭയങ്കര ടാസ്കാണ്. നമ്മൾ നേരിട്ട് വരെ പോയിട്ട് എടുക്കില്ല. പർച്ചേസിങ്ങിന് രാവിലെ മോർണിംഗിൽ പോയിട്ട് നമ്മൾ അതിലൊരു കോംപ്രമൈസും ഇല്ല. ഫുഡിന്റെ കാര്യത്തില് ഫിഷൊക്കെ നല്ല ലൈവായിട്ട് ഇവരെന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യണം. നമ്മൾക്ക് ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം റാബിറ്റ്, മറ്റേ മഡ് ക്രാബ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാൻ ഭയങ്കര ചാലഞ്ചിങ് ആണ്. എപ്പോഴും എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല അത്. അപ്പോൾ നമ്മൾ കിട്ടുന്നത് ഞങ്ങൾ മാക്സിമം ഇപ്പം നമ്മൾ തുടക്കം മുതലേ കുറേ ആൾക്കാരായിട്ടുള്ള ഒരു കണക്ഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മൊയിൽ കിട്ടാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പം ഞങ്ങൾ ഇവിടുന്ന് വയനാടൊക്കെ പോയിട്ട് എടുത്തു വരും, നമ്മൾ തന്നെ പോയിട്ട് എടുത്തു വരും. ഇതിന്റെ മുകളിൽ ലാഭം നോക്കിയിട്ടല്ല. അപ്പൊ പോയി വരുമ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ആലോചിച്ചാൽ മതി ആ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ചിലപ്പം ഒന്ന് കിട്ടണം എന്നില്ല. പക്ഷെ എന്നാലും വരുന്ന ആൾക്കാർ ഇത് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത് കൊടുക്കണം എന്നുള്ള കാരണം ഞങ്ങൾ പോയി എടുത്തു വരും ചിലപ്പോൾ. ഇന്ന ഫുഡ് ഐറ്റം വേണം എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ തീർച്ചയായിട്ടും. അതേപോലെ ലോബ്സ്റ്റർ, നീരാളി അതൊന്നും വേറെ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഈ ലോബ്സ്റ്റർ ഒക്കെ കിട്ടുന്നത്. എവിടെ പോയി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന അപ്പൊ അതേപോലെ നീരാളി, അതേപോലെ ചിക്കൻ അടിച്ചത്, നിങ്ങളെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ്. ബീഫ് ഇടിച്ചത്, ചിക്കൻ ഇടിച്ചത്. ഇതിന് പ്രത്യേകിച്ച് ഷെഫ് ഉണ്ടോ? അതെങ്ങനെയായിരുന്നു? തുടക്കത്തിലുള്ള ഷെഫ് ഉണ്ടായിരുന്നു. അത് പിന്നെ കച്ചവടത്തിന്റെ ലെവല് ഞങ്ങൾ അത്യാവശ്യം കച്ചവടമായി വന്നപ്പോ അത് ഈ ഫീൽഡിലുള്ള ഒരു സംഭവമാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക, കൊണ്ടുപോവാ. അത്യാവശ്യം നല്ല ചലഞ്ചായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അന്ന്. ഇതേപോലെ പോയപ്പോ സ്റ്റാഫ് പെട്ടെന്ന് പോയി. നമ്മള് ഇപ്പൊ ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിൽ എങ്ങനെയുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. എന്തായാലും ഒരു പ്രോഫിറ്റ് ലോസ് കാര്യങ്ങള് അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എങ്ങനെ ഷെഫ് പോയപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളും ഇതിൽ എല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് ചെയ്തായിരുന്നു. നമ്മളും കേറി അങ്ങോട്ട് എല്ലാം വേറെ നിവർത്തിയില്ല. അത്യാവശ്യം കൈകാര്യം ചെയ്യാറില്ല ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. അങ്ങനെ ആദ്യമൊക്കെ വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാഫ് പോകുന്ന പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ. നമുക്ക് ആ ഒരു ഇത് മനസ്സിലായി. നമ്മൾ അങ്ങനെ പേടിച്ചെന്നിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ കാര്യമില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് ഈ ബിസിനസ് ചെയ്താൽ സക്സസ് ആവുന്നത് ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരും ഇപ്പൊ ചെറിയ യങ് ജനറേഷൻ തന്നെ ബിസിനസ്സിലാണ് സക്സസ് ആവുന്നത്. പ്രൊഫഷനൊക്കെ ഇട്ടിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നവരോട് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 80s സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഒരു ബിസിനസിനെ പറ്റി എന്തെങ്കിലും ഒരു പറയാൻ എന്തെങ്കിലും ഉണ്ടോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ? അതെ, പൊതുവെ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങി ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് വേണം. പക്ഷെ ആ രീതിയിലേക്ക് ബിസിനസ് പോയാൽ പെട്ടെന്ന് അത് ഡള്ളായി പോകും, നിൽക്കും, അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം എന്തായാലും അവർ ബിസിനസ് തുടങ്ങുമ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ കാര്യമായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര റിസ്കിൽ നമ്മൾ ഒരു പീരീഡായിട്ട് കാണണം. നമുക്ക് എന്നാലേ നടക്കൂ. പിന്നെ എല്ലാ കാര്യത്തിനും റിസ്ക് എടുത്താലല്ലേ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിന്തിക്കണം. കുറച്ച് ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് വരും ഈ ഫീൽഡ്. അവർക്ക് പെട്ടെന്ന് ഒരു 2 ദിവസം 3 ദിവസം ഒരു മാസം കൊണ്ട് പ്രോഫിറ്റ് ആയില്ലേ അത് നിർത്തി പോകുന്ന സംഗതികൾ എത്രയോ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ തുറക്കുന്നത് കാണാം, പൂട്ടുന്നത് കാണാം. ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായി. നമ്മളെ വ്യവസായം തന്നെ മാറി ചിന്തിച്ച് അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ ഇനി ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകളും പുറത്തൊക്കെ ആയിട്ട് എന്തായാലും സക്സസ് ആവട്ടെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വയനാട് റോഡില് പാറോപ്പടി. ഇതേപോലെ നല്ല ഷാർപ്പ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് നിങ്ങളുടെ നാട്ടിലുണ്ടോ? എങ്കിൽ കമന്റ്.